കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, കുടുംബം ദേവാലയമാക്കുന്ന ഏഴാമത്തെ തൂണ് സ്വാതന്ത്ര്യമാണ്. പരസ്പരമുള്ള സ്വാതന്ത്ര്യം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയൊരു ഗിഫ്റ്റ്, ഒരു സമ്മാനം മനുഷ്യന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ച, ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് അത് പലപ്പോഴും വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പരസ്പരമുള്ള സ്വാതന്ത്ര്യം. ഭയപ്പെടാതെയും ഒളിക്കാതെയും ഒരുമിച്ച് ജീവിക്കുന്ന ദാമ്പത്യത്തിലാണ് സ്വാതന്ത്ര്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഭയവും മറയ്ക്കുവാനുള്ള പ്രവണതയും എവിടെ ഒഴിവാക്കുന്നുവോ അവിടെ സ്വാതന്ത്ര്യം കടന്നു വരും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവവുമായിട്ട് അത്രമാത്രം സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചിരുന്ന ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ ഒരു സംഭവം കടന്നു വരുന്നത്, തെറ്റ് അവർ ചെയ്യുമ്പോൾ, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ തെറ്റ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തെറ്റ് നമ്മൾ വായിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു എന്ന്. അപ്പോൾ അനുസരണക്കേട് അത് സ്വാതന്ത്ര്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നപ്പോൾ അവർ തെറ്റിലേക്ക് ചെന്ന് ചാടി, അത് അവരുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. അതിതാ മരങ്ങൾക്കിടയിൽ ഒളിക്കുവാനുള്ള ഒരു പ്രേരണയായിട്ട് മാറി. പ്രിയ നിറഞ്ഞവരെ, കുടുംബജീവിതത്തിൽ ഇതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും ഒക്കെ തമ്മിലുള്ള ആ സ്വാതന്ത്ര്യം അതൊരു അനുസരണത്തിൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണ്. മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കുന്നിടത്ത് അത് തീർച്ചയായിട്ടും ഒരു ദൈവികമായ സ്വാതന്ത്ര്യത്തിലേക്ക് അത് ഉയർത്തും. മക്കളുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് വിഷമങ്ങളാകട്ടെ, ഏത് അസ്വസ്ഥതയാകട്ടെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അനുസരിക്കുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി തൻ്റെ അപ്പനോടും അമ്മയോടും എന്തും പങ്കുവയ്ക്കാൻ സാധിക്കും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്ത് അവിടെ മറയും ഒളിവും ഭയവും ഒക്കെ കയറി വരും. പ്രിയ നിറഞ്ഞവരെ, അത് തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ സുഗമമായ അതിൻ്റെ ആ ഒരു ലക്ഷ്യം മുന്നോട്ട് ദൈവ ഹിതാനുസരണം ജീവിക്കുന്ന ആ കുടുംബം ഇതാ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് ദിവികാനീശ്വരുടെ മുമ്പിൽ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ശരിയായൊരു സ്വാതന്ത്ര്യം കുടുംബങ്ങളിൽ അനുഭവിക്കുവാൻ, ദൈവികമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ ഉയർത്തുവാൻ, അനുസരണ എന്ന പുണ്യത്തിൽ വളർന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഒളിവില്ലാതെയും മറയില്ലാതെയും ഭയമില്ലാതെയും ജീവിതത്തിൽ ഇതാ കുടുംബത്തെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പാതയിലൂടെ ചരിച്ച് കുടുംബത്തെ ദേവാലയമാക്കി തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്കേവർക്കും നൽകിയാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്കു വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതിനിധിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.